അടുത്തത് വൃശ്ചികക്കൂറാണ്. സ്കോർപിയോ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. വിശാഖത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചിക രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് പോകുമ്പോൾ അത് 6-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഗുണപരമായി പറഞ്ഞാൽ മുൻപുണ്ടായിരുന്ന ചില ഭയങ്ങളും ആശങ്കകളും ഒക്കെ കുറയുന്നു. അതുകൊണ്ട് പ്രവർത്തനശേഷി കുറച്ചുകൂടെ മെച്ചപ്പെടുന്നു. അതുപോലെ തന്നെ ശത്രുക്കളുണ്ടായിരുന്നവർക്ക് അഥവാ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിജയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ, അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ അവരിൽ നമുക്ക് ഒരു വിജയം, ശത്രുവിജയം എന്ന് പറയട്ടെ, അത് ഉണ്ടാകാനുള്ള സാധ്യത ആണ് ഉണ്ടാകുന്നത്. മത്സരങ്ങളിലും മറ്റും ജോലിയിലോ അല്ലെങ്കിൽ പ്രൊഫഷനിലോ പഠിത്തത്തിലോ ഒക്കെ മത്സരങ്ങളിൽ ജയിക്കാനുള്ള സാധ്യത ഇപ്പോൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ കോമ്പറ്റീറ്റീവായിട്ടുള്ള ചില എക്സാമുകൾ, ടെസ്റ്റുകൾ, ഇങ്ങനെയുള്ളതിലൊക്കെ ജയസാധ്യത ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ജോലി സ്ഥലത്ത് അഥവാ പ്രവർത്തന മണ്ഡലത്തിൽ കുറച്ച് കൂടുതൽ അഗ്രസീവ് ആകുന്നത് കൊണ്ടുണ്ടാകാവുന്ന ചില സംഘർഷങ്ങൾ, ഫ്രിക്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചിലവുകൾ കൂടുതലായിട്ടുണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ചിലവുണ്ടാകും. ചില രോഗങ്ങളൊക്കെ പ്രതീക്ഷിക്കുക, കുടുംബത്തിലോ തനിക്കോ കുടുംബാംഗങ്ങൾക്കോ ചില രോഗങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് അത് സംബന്ധമായിട്ടുള്ള ചില കൂടുതൽ ചിലവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും വരുമാനം അനുകൂലമാകണം എന്നുള്ളത് കൊണ്ട് അത് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല. കുടുംബജീവിതത്തിലാണെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നുള്ളതല്ലാതെ അത് പെട്ടെന്ന് തീരുന്നതാണ്. അത് വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് ചേരുക അഥവാ അങ്ങനെ കലാശിക്കാൻ സാധ്യതയില്ല. 6-ൽ ചൊവ്വ വരുന്നത് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കും, അതുപോലെ തന്നെ ശത്രുക്കളെ ഇല്ലാണ്ടാക്കും. ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ ചെറിയ പരിക്കുകളോ ചില വൂൺസ് അല്ലെങ്കിൽ കട്ട്, രക്തം വാർന്നു പോവുക മുതലായിട്ടുള്ള ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുകയാണ്. മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുക, സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക. ചൊവ്വ നവഗ്രഹ ക്ഷേത്രത്തിലോ ഒക്കെ ചൊവ്വയ്ക്ക് വേണ്ടി പ്രത്യേകം വഴിപാടുകളൊക്കെ നടത്തുന്നതൊക്കെ വളരെ ഗുണപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കാൻ നല്ലതാണ്.